LDFും UDFും തമ്മിലാണ് പ്രധാനമായ മത്സരം നടക്കുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് SDPI കൂടി UDFിൻ്റെ ഭാഗമാക്കുക എന്നുള്ള അവരുടെ തീരുമാനം. അത് കേവലമായ SDPIയുടെ വോട്ട് UDFിന് നൽകുന്നു എന്നുള്ള സാധാരണ നിലയിൽ കേട്ടാൽ വലിയ പ്രശ്നമില്ലാത്ത ഒരു പ്രയോഗമാണ് എന്ന് ധരിക്കേണ്ടിയില്ല. വ്യക്തമായ കാഴ്ചപ്പാടോടെ UDFിൻ്റെ പരാജയം മുൻകൂട്ടി മണത്തറിഞ്ഞ് UDFിന് അനുകൂലമായി എന്ത് വിഭവങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറുപിന്തിരിപ്പൻ ശക്തിയും വർഗീയ നിലപാടുകൾ പരസ്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന SDPIയുടെ പിന്തുണ. SDPIയെ മുമ്പ് ലീഗിൻ്റെ നേതാക്കൾ ഞാൻ ഓരോരുത്തരും പറഞ്ഞതൊന്നും ഇപ്പോൾ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുനീർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ VD സതീശൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ SDPIയെ തള്ളിപ്പറയുകയും അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് മത്സരമെങ്കിൽ അതിനേക്കാളും നല്ലത് ഇത് അവസാനിപ്പിക്കുന്നതാണ് എന്ന വരെയുള്ള പ്രയോഗങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. ഭീകര പ്രസ്ഥാനം എന്ന നിലയിലാണ് ലീഗ് തന്നെ അവരുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവരുടെ വേട്ടക്കിരയായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ മരണത്തെ സംബന്ധിച്ചുൾപ്പെടെ പറയുന്നത്. അതെല്ലാം മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ നേടാൻ ബോധപൂർവം നടത്തിയിട്ടുള്ള വ്യക്തതയോടുകൂടി വന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാം എന്ന കൃത്യമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് SDPI പിന്തുണ പ്രഖ്യാപിച്ചത്. SDPI മുമ്പും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴും UDFുകാർ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ അതിനടിസ്ഥാനപ്പെടുത്തിയ തീരുമാനങ്ങളോ ഇല്ല എന്നായിരുന്നു. പക്ഷെ അതിനുശേഷം SDPI നേതൃത്വം തന്നെ അവരുമായിട്ട് നടത്തിയ ചർച്ചയുടെ കേന്ദ്രവും ഉൾപ്പെടെയെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇപ്രാവശ്യവും UDF നേതൃത്വം നിഷേധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, മുമ്പ് വന്ന പോലെ തന്നെ. പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു SDPI ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, അത് UDF ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനനുയോജ്യമായ രീതിയിലാണ് K. സുധാകരൻ്റെ പ്രസംഗം. UDF നേതാക്കന്മാരുടെ നിലപാട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ്. അപ്പോൾ ആ പറഞ്ഞത് സുധാകരനാണ്, KPCC പ്രസിഡന്റ്. അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല. ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം, ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ്. അല്ലാണ്ട് കുറേ ആളുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല
ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായി വരും. ഇവർ പിന്നെ കോൺഗ്രസിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായിട്ട് അല്ല ബി ജെ പിക്കെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് SDP പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം തമിഴ്നാട്ടിൽ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് സ്വീകരിക്കുന്നത്, അവിടെ ബി ജെ പിക്കെതിരായിട്ടല്ല. AIDMKയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് അവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുമല്ല. അപ്പോൾ അതൊക്കെ അവസരവാദപരമായ വിശദീകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ ഇവിടെ UDF അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പരാജയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും നടന്നു വരുന്നത്. കോൺഗ്രസിന് ഇത് മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെയാണല്ലോ, വിസിറ്റിംഗ് ആണ് മൂപ്പർ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരിക, പോവുക. ജനങ്ങളുടെ ഒരു പ്രശ്നവും അവിടെ വന്യജീവി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നത്തിൻ്റെ അകത്തും MP എന്ന രീതിയിൽ ഇടപെടുന്ന നിലപാട് സ്വീകരിച്ചിട്ടേ ഇല്ല. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നൊരു പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലീഗിൻ്റെ കൂടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ കൂടി ഉൾപ്പെടെ കാട്ടി രാജ്യവ്യാപകമായിട്ട് അത് സംബന്ധിച്ചുള്ള BJP പ്രചരണം വന്നു. പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന്, ലീഗിൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്രാവശ്യം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആരുടെയും കൊടി വേണ്ട. എന്നിട്ട് ഇപ്പോൾ കൊടി വേണ്ട അതിൻ്റെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൊടി വേണ്ട? കാര്യകാരണ നിയമം എല്ലാറ്റിനും ബാധകമാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടി ആവാന്നുള്ളതിൻ്റെ കാരണം എന്താ? അതിനൊരു കാര്യമുണ്ടാവും, കാരണമുണ്ടാവും. ഇപ്രാവശ്യം വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താ? വളരെ വ്യക്തമാണ്. RSSൻ്റെ BJPയുടെ പ്രചരണത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടാൽ അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന BJPക്ക് എതിരായിട്ടുള്ള അവരുടെ പ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സ്വന്തം കൊടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ സത്യം. എന്ത് ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ്? ആശയം, രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ്, SDP കൂട്ടുന്നു. കൊടി ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ്, BJP നടത്തുന്ന പ്രചരണത്തെ ഭയപ്പെട്ടിട്ട്. ഇതാണ് ഇവിടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിൽ പോലും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അവസരവാദപരമായ നിലപാടാണ്. നരേന്ദ്രമോദിയെ ഭയപ്പെട്ട്, അതുകൊണ്ടാണല്ലോ ഹിന്ദി മേഖലയിലൊന്നും മത്സരിക്കാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്രമായിട്ടുള്ള ഈ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഹിന്ദി മേഖലയിലൊന്നും മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ തയ്യാറില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് മത്സരിക്കുന്നത്.